സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ NCPS കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് N. സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ NCPS കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് N. സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷനായി. CPI കായംകുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷിജി, NCPS സംസ്ഥാന സെക്രട്ടറി റഷീദ് നമ്പിലശ്ശേരി, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ സാദത്ത് ഹമീദ്, സജീവ് പുല്ലോളങ്ങര, TK ഇന്ദ്രജിത്ത്, മോഹനൻ കാർത്തിക, റാഫി വിളയത്ത്, K. അൻഷാദ്, ആസിഫ് അലി, അഡ്വക്കേറ്റ് ശ്രീ ഗണേഷ്, അഡ്വക്കേറ്റ് നാസർ, റോച്ച സി മാത്യു, ആഷിദ്, അഭിലാഷ് ആലപ്പുഴ, സന്തോഷ് കുമാർ ഹരിപ്പാട്, വിനോദ് മാവേലിക്കര തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞുകൊണ്ട് പരസ്പരം കൊള്ളയും കൊള്ളിവെപ്പും നടത്തി ജനങ്ങൾ പരസ്പരം വെട്ടിമരിക്കുമ്പോൾ ആ ജനങ്ങളെ അവിടുത്തെ ക്രമസമാധാന നില പിടിച്ചു നിർത്തുവാൻ, അവിടെ അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുവാൻ, അവരെ നിയമപരമായി തുറങ്കിലടയ്ക്കുവാൻ ബാധ്യസ്ഥപ്പെട്ട സംസ്ഥാന സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന കാഴ്ച ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 28 മാസക്കാലമായി മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ആ മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിൽ വന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന്. ഈ മണിപ്പൂരിൽ കുട്ടികൾ, സഹോദരിമാർ, അവിടുത്തെ വ്യാപാരശാലകൾ ഉൾപ്പെടെയുള്ളത് പരസ്പരം പോരടിച്ച എല്ലാം കത്തിച്ചാമ്പലായി മണിപ്പൂർ ഒന്നുമല്ലാതെ ആയി എന്ന ബോധ്യത്താൽ അന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണോ ഒരു ഇന്ത്യ ഗവൺമെന്റിൽ, ഇതാണോ ഒരു ഫെഡറൽ സംവിധാനം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് നിങ്ങളുടെ മനുസ്മൃതിയിൽ പറയുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മനുസ്മൃതി പ്രകാരം കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളെ ഞെരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മണിപ്പൂരിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അല്ലേ ആ സംസ്ഥാനം ഭരിക്കുന്നത്. അവിടുത്തെ ഉയർന്ന സമുദായത്തിൽപ്പെട്ട മെയിൻ വിഭാഗക്കാരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് CDNet ന്യൂസ് കായംകുളം.